ഇതാ മോളെ ഈ ചായ കുടിക്ക്. അമ്മമ്മ എന്തിനെ കൊണ്ടുവന്നേ? എൽദോട് പറഞ്ഞ പോരായിരുന്നോ? എൽദോ 2 തവണ ചായ കൊണ്ടുവന്നിട്ട് നീ കുടിച്ചില്ലല്ലോ. അതാ ഞാൻ തന്നെ കൊണ്ടുവന്നേ. എനിക്ക് വേണ്ടാഞ്ഞിട്ടായിരുന്നു അമ്മമ്മേ. ദേ, ഇതൊന്നും അമ്മാമ്മോട് പറഞ്ഞാൽ ഒക്കത്തില്ല. ഇത് മുഴുവൻ കുടിച്ചേ പറ്റത്തുള്ളൂ. എന്നിട്ടേ മോൾ അമ്മാമ്മയുടെ കൂടെ അകത്ത് വന്നിരിക്കെ. വെറുതെ എന്നാത്തിനാ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നേ? ജേഡി ഇതുവരെ വന്നില്ലല്ലോ അമ്മമ്മേ. അയാൾ വരും. അതിന് മോളിങ്ങനെ ആദി പിടിച്ച് നടക്കുന്നത് എന്നാത്തിനാ? ജേഡി വീണ്ടും ജയദേവനായ ദിവസമല്ലയോ ഒന്ന്. ഇനി അതല്ലയോ അയുള്ള ലോകം. അത് തന്നെയല്ലോ മോള് തീരുമാനിച്ചിരിക്കുന്നേ. പിന്നെ എന്നാത്തിനാ വീണ്ടും ജേഡിയെക്കുറിച്ച് ഈ ആശങ്ക? അമ്മമ്മേ, ജേഡി ഇപ്പോ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്ന അവസ്ഥയിലാണ് പെട്ടിരിക്കുന്നത്. ഗീതയാണെങ്കിൽ ജേഡി തിരിച്ചു ചെന്നാലേ നോർമൽ ആകൂ എന്ന അവസ്ഥയിലും. അവരെ എന്നേക്കുമായി ഒരുമിപ്പിച്ചാലല്ലാതെ എനിക്ക് എങ്ങനെ സ്വസ്ഥമാകാൻ പറ്റും? ചുരുക്കി പറഞ്ഞാൽ നിന്റെ ഈ ജന്മം അവർക്ക് വേണ്ടി ഒഴിഞ്ഞിട്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഏയ്, അവർ ജീവിച്ചു തുടങ്ങിയ എനിക്കെന്ത് പിന്നെ കാര്യം? സ്വതന്ത്രയായി കടപ്പാടും ബന്ധനങ്ങളും ഒന്നുമില്ലാതെ എനിക്ക് ഈ ലോകം മുഴുവൻ പറന്നു നടന്നൂടെ? അപ്പോഴും ശാശ്വതമായൊരു ജീവിതമല്ല മനസ്സിൽ. നീ ആദ്യം സ്വതന്ത്രയാവുക. എന്നിട്ട് പാറി നടക്കാൻ വിടണോ പിടിച്ചു കെട്ടണോന്നൊക്കെ ഈ അമ്മാമ്മ തീരുമാനിക്കും. വേണ്ട മാമേ, ബന്ധങ്ങളില് ഇനി എന്നെ തളച്ചിടരുത്. ഇത്രയും കാലത്തെ ജീവിതത്തിനുള്ളിൽ തന്നെ അതിൻ്റെ എല്ലാ സുഖദുഃഖങ്ങളും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി വേണ്ട. എൻ്റെ കണ്ണടയും വരെ ഞാനുണ്ടാവും. അത് കഴിഞ്ഞാലോ? ഞാൻ തിരിച്ചു പോകും അമ്മാമേ. ഹൈദരാബാദിൽ എവിടെയോ എന്റെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ട്. ഗസൽ സംഗീതത്തിന്റെ കുലപതി സർവരാലും ഉപേക്ഷിക്കപ്പെട്ട് സ്വരവും താളവും നഷ്ടപ്പെട്ട് മമ്മിയോട് ചെയ്ത തെറ്റിന് ഈ മകളുടെ ശാപമോക്ഷവും കാത്തുകിടപ്പുണ്ട്. പോണം, പരിചരിച്ച് കടപ്പാട് തീർക്കണം. ജന്മം നൽകിയതിന് സ്വസ്ഥമായി കിടക്കാൻ ഒരു ഖബറെങ്കിലും തീർത്തു കൊടുക്കണം. പത്ത് 15 കൊല്ലം കഴിഞ്ഞില്ലേ കണ്ടിട്ട്. അതിന്റെ മാറ്റം രണ്ടാൾക്കുണ്ട്. മോളെ, ഇത് നിന്റെ ചെറിയച്ഛൻ മാത്രമല്ല, ഇനി മുതൽ നിന്റെ രക്ഷിതാവ് കൂടിയാ. അച്ഛന്റെ സ്ഥാനത്ത് കണ്ട് ആ കാല് തൊട്ട് വന്ദിച്ച് മോളകത്തേക്ക് കയറിക്കോളൂ. അല്ല അത് എന്താ മോളെ ഇതൊക്കെ? എന്തിനായിട്ടാ വെറുതെ? നിന്റെ അനുഗ്രഹം അവൾക്ക് വേണം. സാർ, സാറെന്താ ഒറ്റയ്ക്ക് ഇവിടെ? എന്നോട് ദേഷ്യമുണ്ടാവുമെന്നറിയാം. എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിച്ചോളാം. ഞാനെന്തിനാടോ തന്നെ ശിക്ഷിക്കുന്നത്? ജിഷയെ കൊണ്ടുപോയതിന്. അതിന് എനിക്കെന്താ? അവൾ എൻ്റെ ആരാ? സാർ അങ്ങനെ പറയരുത്. ജിഷയുടെ മനസ്സിൽ സാറിനുള്ള സ്ഥാനവും സ്നേഹവും ഇനിയെങ്കിലും സാറ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞാൻ എന്ത് മനസ്സിലാക്കാനാടോ? മനസ്സിലുള്ളതെല്ലാം മനസ്സിൽ തന്നെ വെച്ച് എന്നെ അറിയാൻ ശ്രമിക്കാതെ പോയത് അവളല്ലേ? ഇല്ല സാർ, എല്ലാ അർത്ഥത്തിലും സാറിനെ അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്.
പക്ഷേ മനസ്സിലാക്കാൻ അവൾക്ക് കഴിയാതെ പോയത് നാദ്ര ആൻറ്റിയെ. എനിക്കും ദിയയ്ക്കും ഒക്കെ നാദ്ര ആൻറ്റിയെ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. ജിഷ തിരിച്ചു വന്ന ആ തെറ്റ് ഞങ്ങൾ തന്നെ തിരുത്തിക്കോളാം. വേണ്ട മനു, നാദറയ്ക്ക് വേണ്ടി ഇനി നിങ്ങൾ ആരും ഒന്നും തിരുത്തണ്ട. അവള് നിങ്ങൾക്ക് മുന്നിലൊക്കെ തോറ്റു തരാൻ തീരുമാനിച്ചിരിക്കുക, എൻ്റെ മുന്നിൽ ജയിക്കാനും. സാർ, അതേടോ, ജിഷയെ അവളുടെ അമ്മ ആരാണെന്ന് നാദർ ഇന്നെനിക്ക് കാട്ടിത്തന്നു. പോട്ടെ മനു, കാണാം. ഹലോ. ഞാന് അജ്ഞാതൻ. പറയൂ. പറയേണ്ട ഇനി നാദ്രയാ. എന്ത് തീരുമാനിച്ചു? അത് ജയ, അവൾ കരയുന്ന ശബ്ദം ഫോണിലൂടെ കേട്ടല്ലോ. നിങ്ങൾ അവളെ ഉപദ്രവിക്കാറുണ്ടല്ലേ? ഏയ്, അവൾ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ചെറിയൊരു ശബ്ദം ഉണ്ടാക്കിച്ചെന്നേ ഉള്ളൂ. കൊച്ചു വല്ലാതെ പേടിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം സത്യമാ. പക്ഷേ നാദ്രയ്ക്ക് അവളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ തിരിച്ചു തരും. അതിന് നാദ്ര തന്നെ മനസ്സ് വെക്കണം. ഇല്ലെങ്കിൽ വേണം, എനിക്ക് അവളെ വേണം. പക്ഷെ നിങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചു തരാൻ എനിക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. അത് അമ്മാമ്മയുടെ കാലശേഷം അല്ലാതെ ആ സ്വത്ത് വിൽക്കാൻ എനിക്ക് അധികാരമില്ല. ഓ, അപ്പൊ പിന്നെ എന്തു ചെയ്യും? അവക്ക് വേണ്ടി അതല്ലാതെ മറ്റൊന്നും എനിക്ക് ഡിമാൻഡ് ചെയ്യാനില്ല. വിട്ടേക്കാം. ആ കൊച്ചിന് അത്രേ ആയുസ് കാണൂ. എന്നാ വെക്കട്ടെ. അയ്യോ പ്ലീസ് വെക്കരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നിങ്ങൾക്ക് തറവാട് തരാൻ ഞാൻ തയ്യാറാണ്. അതിന് മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തി എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ തീരുമാനം അറിയിക്കാം. എന്ത് തീരുമാനം? റോക്കിയെ ജാമ്യത്തിൽ ഇറക്കിയതും പുതിയ വഴിയിലൂടെ ജയെ രക്ഷിക്കാവുന്ന എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് വേണ്ട നാദ്ര. അവന്റെ അവസാനം കൂടി ഇതിന്റെ പേരിലാവണ്ട. ഏയ്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ വിളിച്ചതിന് ശേഷം റോക്കിയെങ്കിലും നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ അദ്ദേഹത്തെ ജാമ്യത്തിൽ ഇറക്കിയത്. അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ. അങ്ങനല്ലാതിരുന്നാൽ എല്ലാവർക്കും നല്ലത്. തീരുമാനം എന്നറിയിക്കും? തീരുമാനം അത് റോക്കിയെങ്കിലെ നിങ്ങൾക്കറിയാമെങ്കിൽ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് നമുക്ക് ഇതിനിടയിൽ ഒരു ഇടനിലക്കാരനാക്കിക്കൂടെ? പല കാര്യങ്ങളെ കൊണ്ടും എനിക്കിതിൽ കൂടുതൽ ഇൻവോൾവ് ആകാൻ പ്രയാസമുള്ളത് കൊണ്ടാണ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. നാദ്ര നേരിട്ട് ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്കും തോന്നാതല്ല. പകരം റോക്കിയെ നിർത്തണമെന്നുള്ള കാര്യം ഞാൻ പിന്നീട് വിളിച്ചു പറയാം. പിന്നെ ഇടയ്ക്ക് പോലീസിനെ വിളിച്ചുള്ള കളിയൊന്നും വേണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക. അത് ജീവൻ പണയം വെച്ചുള്ള കളിയായി പോവും. ഇല്ല, എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ യാതൊരു ആക്ഷനും ഉണ്ടാവില്ല. സത്യം, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ജഡി ഇത്രയും നേരം നീ തിരിച്ചല്ലോ മനുഷ്യനെ. എന്തിന്? കൈ ഒഴിഞ്ഞിട്ട് പിന്നെന്തിനാ എന്നെ കുറിച്ച് ആലോചിച്ച് വേവലാത്തിപ്പെടുന്നത്? ഹോസ്പിറ്റലിൽ വെച്ച് ജേഡിയല്ലേ എന്നെ കൈ ഒഴിഞ്ഞു പോയത്? അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. വാക്കുകൾ കൊണ്ട് മനസ്സിനെ മറയ്ക്കാൻ പഠിച്ചു നീ. നന്നായി. നിനക്കിനി എങ്ങനെയും ജീവിക്കാം.
ഒളിച്ചോടാൻ പോലും കഴിയാതെ അകപ്പെട്ട പോയത് ഞാനാ. പെടുത്തിയ താനും. ചുറ്റും അകറ്റി നിർത്താനാവാത്ത ബന്ധങ്ങളുണ്ടെന്ന് അറിഞ്ഞതാണോ, അതോ അറിയാതെ പോയ ആ ബന്ധങ്ങളെ കാട്ടിത്തന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? 18 കൊല്ലങ്ങൾക്ക് മുമ്പ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ ഉപേക്ഷിച്ച ഒരു ബന്ധത്തെ ചൂണ്ടി എന്റെ കുഞ്ഞിന്റെ അമ്മയെന്ന് പറഞ്ഞാൽ ഞാനതെങ്ങനെ ഉൾക്കൊള്ളും? ഉൾക്കൊള്ളണം ജെടി. അകന്നു പോകുന്നതിന് മുൻപ് അറിയിക്കാൻ കഴിയാഞ്ഞത് ഗീതയുടെ തെറ്റ്. അതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഗുരുവായൂർ നടയിൽ വെച്ച് ദേവേട്ടനെ അത് അറിയിക്കണമെന്നായിരുന്നു അവളുടെ മോഹം. അങ്ങനെ ഒരു ക്ഷേത്ര ദർശനം തീരുമാനിച്ചിരുന്ന ദിവസമായിരുന്നില്ലേ നിങ്ങൾ പിരിഞ്ഞത്? ജയദേവന്റെ എഴുത്താണ് കൂട്ടുകെട്ടുകളിൽ പെടുത്തി അയാളെ തന്നിൽ നിന്ന് അകറ്റുന്നതെന്ന ഗീതയുടെ ബാലിശമായ ചിന്ത അതുവരെയുള്ള ജയദേവന്റെ അക്ഷര സാക്ഷാത്കാരത്തെ തീയിലിട്ട് കരിച്ചു. തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി നടന്ന ദേവേട്ടനെ പിൻവിളി കൊണ്ട് അവൾ തടയാതിരുന്നത് വെറുത്തിട്ടോ മടുത്തിട്ടോ ആയിരുന്നില്ല. ആ യാത്ര ഒരിക്കലും തിരിച്ചു വരാതിരിക്കാനുള്ളതാണെന്ന് പാവം ഗീത അറിഞ്ഞില്ല. ഇതെന്താ, ഭർത്താവിന്റെ അസുഖം ഭാര്യയ്ക്കും പിടിച്ചോ? ഒറ്റയ്ക്ക് വർത്തമാനം. ഞാനിപ്പോ ഒറ്റയ്ക്കല്ല കമലേച്ചി. എന്റെ ഉള്ളില് ഒരു കുഞ്ഞുവാവയുണ്ട്. ദേവേട്ടനോട് പറഞ്ഞിട്ടില്ല ചേച്ചി. അയ്യോ, പറഞ്ഞില്ലേ? അതെന്താ, സാറല്ലേ ആദ്യം അറിയേണ്ടത്? ഇന്ന് ഗുരുവായൂർ നടയിൽ വെച്ച് പറയാന്ന് കരുതി. ഗുരുവായൂരപ്പൻ എനിക്ക് ദേവേട്ടന് തന്ന ദിവസം ഇന്ന്. കണ്ണന്റെ മുമ്പിൽ വെച്ച് ഈ സന്തോഷം ദേവേട്ടനോട് പറയും. ഇനി ഇതാരും വായിക്കില്ല. എന്റെ കണ്ണുനീര് നനച്ച് ഇവിടെ ആരും എഴുത്തുകാരനാവണ്ട. ദേവേട്ടന്റെ ജീവൻ തന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന ഒരു വാക്കു മാത്രം മതിയായിരുന്നു ഗീതയ്ക്ക് അന്ന് നിങ്ങളെ തടയാൻ. വിധിയാണ് ജെടി നിങ്ങളെ തമ്മിൽ അകറ്റിയത്. കാലം ഇപ്പൊ ആ വിധി തിരുത്തി കുറിക്കുകയാണ്. ജെടി അത് ഉൾക്കൊണ്ടേ പറ്റൂ, അംഗീകരിച്ചേ പറ്റൂ. അല്ല, മുതലാളി തീരുമാനമൊന്നും പറഞ്ഞില്ല. ഇടനിലക്കാരനായി റോക്കി സാറിനെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അവനെ ഇടയ്ക്ക് നിർത്തിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് പാറമേടെ. അതുപോലെ കോട്ടങ്ങളും ഉണ്ടാവാം. എന്തായാലും നാദ്രയായിട്ടുള്ള ഇടപാട് പെട്ടെന്ന് നടന്നു കിട്ടുവാൻ അവനെ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കുരിശ് എനിക്കാ. ആ കൊച്ചു മുതലാളിയുടെ കയ്യിലാണെന്നറിയുമ്പോൾ അവളെ പൊക്കിക്കൊണ്ടുവന്നത് ഞാനാണെന്ന കാര്യത്തിൽ റോക്കി സാറിന് ഒരു സംശയം ഉണ്ടാവത്തില്ലേ? ആയിക്കോട്ടോ, എൻ്റെ കൂടെ നിൽക്കുമ്പോൾ താനെന്തിനാ അവനെ പേടിക്കുന്നത്? പേടിയൊന്നുമില്ല. എന്നാലും റോക്കി സാർ ജയിലിൽ നിന്ന് ഇറങ്ങാതിരിക്കാനുള്ള പണി മുതലാളി ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. അതെന്തിനാ? അവൻ പുറത്ത് നിൽക്കണം, അതാ നമുക്ക് നല്ലത്. നാദിറ ജയെ പുറത്തു കൊണ്ടുവരുമ്പോൾ റോക്കി പുറത്തുണ്ടായാൽ അത് അവർ തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് എല്ലാവരും സംശയിക്കൂ. പക്ഷേ റോക്കി സാറിനെ വെച്ച് നാദിറ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടി അവൾ ജാമ്യം ഒപ്പിച്ചു കൊടുക്കത്തില്ല. അങ്ങനൊരു സംശയം തനിക്കുണ്ടെങ്കിൽ അതിനൊരു മരുന്ന് നമുക്ക് ഇപ്പോഴേ കൊടുത്തേക്കാം. അതെന്ത് മരുന്നാ മുതലാളി? നമ്മളിവിടെ പിടിച്ചു വച്ചിരിക്കുന്ന ആ കൊച്ചില്ലേ, അവളെ ആ കാളിത്തള്ളയുടെ കുടിലിൽ നിന്ന് തട്ടിക്കൊണ്ട് വന്നത്
റോക്കി നാദ്രയും പറഞ്ഞിട്ടാണെന്ന് ആ കൊച്ചിനെ നമ്മൾ ബോധ്യപ്പെടുത്തുക. കൊള്ളാം മുതലാളി, ഇത് മുടിഞ്ഞ ബുദ്ധി തന്നെ. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം ആ കൊച്ചിൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റോക്കി സാർ വീണ്ടും കൊടുക്കും. തറവാട് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ചോദ്യം വരുമ്പോൾ ജയയെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നെന്ന് നാദിറ പറയും. അതിനു മുമ്പ് തന്നെ ഒളിവിൽ പാർപ്പിച്ചതിന്റെ പ്രതിഫലമായിട്ടാണ് നാദിറ തറവാട് കൈവിട്ടതെന്ന് ജയ പറയും. അല്ലെങ്കിൽ നമ്മൾ പറയിപ്പിക്കും. റോക്കിക്ക് അത് നിഷേധിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവണം. അതുണ്ടാവും മുതലാളി. നമ്മൾ മനസ്സ് വെച്ചാൽ ആ കൊച്ചിനെ ഈ രീതിയിൽ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. എങ്കി വാ, ഇപ്പൊ തന്നെ സ്നേഹപൂർവ്വം അവളെ കണ്ടേക്കാം. ഓ വാ. ചായ പോലും കുടിച്ചില്ലല്ലോ. അത്താഴം എടുത്തു വെക്കട്ടെ. എന്നെ വെറുത്തോളൂ. എന്റെ മുന്നിൽ ഒഴിഞ്ഞു മാറിക്കോളൂ. വേണമെങ്കിൽ ഞാൻ തന്നെ ഒഴിഞ്ഞു മാറിത്തരാം. പക്ഷേ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഇനിയെങ്കിലും ജഡി മുഖം തിരിക്കാൻ ശ്രമിക്കരുത്. എന്നെ എൻ്റെ കർമ്മബന്ധങ്ങൾ തന്നെ തളച്ചിടാനാണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. എനിക്കറിയില്ല, ഒരുപക്ഷെ അതിനൊരു നിമിത്തമാകാനായിരിക്കും എൻ്റെ യോഗം. ഞാൻ ചെയ്ത തെറ്റാണോ ജഡി? ജഡി മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച ഭാര്യയെ തിരിച്ചേൽപ്പിക്കായിരുന്നില്ല എൻ്റെ ലക്ഷ്യം. ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് ജയ സ്വന്തം മകളാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ജഡിയെ ഗീതയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. അച്ഛന് മകളെ കാട്ടിത്തരാൻ ഇത്രയും നാളും ഇങ്ങനൊരു നാടകം വേണ്ടി വന്നു നിനക്ക്. ജഡി, അത് ജയമോളെ നഷ്ടപ്പെടുന്നത് വരെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. സത്യം. അറിഞ്ഞപ്പോ കൈവിട്ടു പോയ മകളെ കുറിച്ച് പറയാതെ അവളെ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചത്. പക്ഷെ ജഡി ഈ നാട് വിട്ടു പോവാൻ തീരുമാനിച്ചത് കൊണ്ടാ. അല്ലെങ്കിൽ ഗീതേക്കാൾ മുന്നേ മോളെ തന്നെ ഞാൻ ഈ കൈകളിൽ ഏൽപ്പിക്കുമായിരുന്നു. എങ്ങനെ? അതൊക്കെ എനിക്ക് കഴിയും ജഡി. ജഡി കണ്ടോ, 2-3 ദിവസത്തിനുള്ളില് ജയമോളെ ഞാൻ ഈ മുന്നിൽ കൊണ്ടുതരും. ജഡി അവളെ സ്വീകരിച്ച മാത്രം മതി. പവിത്രമായ മനസ്സോടെ സ്വന്തം മകളായി തന്നെ. പറ ജഡി, സ്വീകരിച്ചോളാന്ന് എനിക്ക് വാക്കുതാ. സ്വീകരിക്കാം. ഏത് ബന്ധത്തിൽ പറഞ്ഞതായാലും സ്വന്തം രക്തത്തെ നിഷേധിക്കാനാവില്ല ആർക്കും. എനിക്കെന്റെ മോളെ വേണം. അറിയാതെയാണെങ്കിൽ അവളെ നിഷേധിച്ചു പോയതിന് പാപം അവളെ സ്നേഹിച്ചു സംരക്ഷിച്ചു തീർക്കണം എനിക്ക്. പക്ഷെ അവളെ ഞാൻ ഏറ്റെടുക്കും, മകളായിട്ട് സ്വീകരിക്കും. നീയുണ്ടാവണം എൻ്റെ കൂടെ. അതെ, അങ്ങനൊരു വാക്ക് നീ എനിക്ക് തരണം. എന്നാലേ എനിക്ക് ജീവിതമുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഒന്നിനുമില്ല. പക്ഷെ ഞാൻ അത് വേണ്ട ജഡി. ജഡി മോളും ഗീതയെ സംരക്ഷിക്കണം. അതെനിക്ക് കാണേണ്ടത്. അതാ എന്റെ സന്തോഷം. എന്നെ മറന്നൊരു ജഡി. അതെല്ലാവർക്കും നല്ലത്. നാദര, നീ ആർക്ക് വേണ്ടിയാ മോളെ ഈ കണ്ണുനീരിങ്ങനെ പാഴാക്കുന്നേ? എല്ലാം അറിഞ്ഞിട്ടും ജേഡിയുടെ മനസ്സ് ഇപ്പോഴും നിന്നിലല്ലേ?
അതെങ്കിലും മനസ്സിലാക്കി ഈ ജീവിതത്തിൽ തന്നെ ഉറച്ചു നിന്നൂടെ നിനക്ക്? ഇല്ല അമ്മാമ്മേ, മടക്കയാത്രയുടെ പാതി വഴിയിൽ നിന്ന് വീണ്ടും തിരിച്ചു പോകാൻ എനിക്ക് വയ്യ. ജയ തിരിച്ചു കിട്ടിയാൽ അവളിലൂടെ ജേടിക്ക് ഗീത ഉൾക്കൊള്ളാനാവൂ. അതുവരെ എങ്ങനെങ്കിലും നമുക്കിവിടെ പിടിച്ചു നിൽക്കാം അമ്മാമ്മേ. എനിക്ക് പറ്റത്തില്ല മോളെ. ഇതുവരെ നിന്റെ ധർമ്മസങ്കടം മാത്രം കണ്ടാൽ മതിയായിരുന്നു. ഇപ്പതാ ജേഡി നിന്റെ അവസ്ഥയിലായി. ഇതിനി എത്ര കാലം തുടരും? ആ കൊച്ചി ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഗീതയുടെ നിലയാണെങ്കിൽ പണ്ടത്തെക്കാളും കഷ്ടം. അതെ അമ്മാമ്മേ, അവരിനി രക്ഷപ്പെടണമെങ്കിൽ ജയ തിരിച്ചു കിട്ടുന്നത് വരെ ജേഡിയുടെ സാമീപ്യം കൂടിയേ തീരും. ഇനി അതിനു വേണ്ടിയിട്ടാ എന്റെ ശ്രമം. പക്ഷെ ജേഡി സാറിനോടൊപ്പം ജീവിക്കാൻ ഗീതയ്ക്ക് യോഗമില്ലെങ്കിൽ പിന്നെ കുഞ്ഞെന്നാ ചെയ്തിട്ടെന്താ? ഈ ജീവിതം കുഞ്ഞിന് വിധിച്ചതാ. അതെ മോളെ, ജേഡിയും ആഗ്രഹിക്കുന്നത് നീയും ജയും ഒരുമിച്ചുള്ള ഒരു ജീവിതമാണ്. ആ കൊച്ചിനെ അംഗീകരിക്കാൻ നിനക്കൊരു പ്രയാസവും ഇല്ല. പിന്നെ എന്നതാ? എന്റെ കാര്യങ്ങൾക്കല്ല അമ്മാമ്മ ഇനി ഇവിടെ പ്രസക്തി. ജയമോള് തിരിച്ചു വന്ന സ്വന്തം അമ്മയെ മറന്നിട്ട് പകരം എന്നെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണമെന്നില്ല. അതൊക്കെ കഴിയും. ആ കൊച്ചിന് അമ്മയേക്കാ കാര്യം അച്ഛനെയാ. അപ്പം പിന്നെ ജേഡി സാർ പറഞ്ഞാൽ അവൾ എന്നാ വേണമെങ്കിലും അനുസരിക്കും. നിനക്ക് വേണ്ടി ജേഡി അത് പറയുകയും ചെയ്യും. പക്ഷെ എനിക്കത് സമ്മതിക്കാനാവില്ല. ജേഡി മകൾ ഒന്നായാൽ അവർ തുണയാകേണ്ടത് രോഗിയായ ഗീതയ്ക്കാണ്. ആ തിരി അണച്ചിട്ട് എനിക്ക് പ്രകാശിക്കണ്ട അമ്മാമ്മേ. മറ്റൊരുത്തിക്ക് വേണ്ടി സ്വയം അണഞ്ഞു കൊടുക്കേണ്ട കാര്യം കുഞ്ഞിനുമില്ല. കുഞ്ഞിന്റെ തെറ്റോട് നല്ലൊരു ഇങ്ങനെയൊക്കെ ആയത്. അപ്പം പിന്നെ ഞങ്ങളെയൊക്കെ ഓർത്തെങ്കിലും കുഞ്ഞ് ജേഡി സാറിന്റെ ജീവിതത്തോടൊപ്പം തന്നെ നിൽക്കണം. ഞങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കണ്ട് കൊതി മാറിയിട്ടില്ല, അല്ലയോ അമ്മമ്മേ? ഞാൻ ഇനി ഒന്നും പറയുന്നില്ല എൽദോ. ആശകൾ പറഞ്ഞ് ഞാൻ മടുത്തു. അനുഭവിക്കാൻ യോഗമില്ലെങ്കിൽ നമ്മൾ ആശിച്ചിട്ട് കാര്യമില്ല. അത് ശരി അമ്മാമ്മേ. ഒത്തിരി ആശിച്ചിട്ട് എനിക്ക് കിട്ടാതെ പോവുക ഈ ജീവിതം. സാരമില്ല, എല്ലാവർക്കും വേണ്ടി ജീവിക്കാൻ ഒരു ജീവിതം അടുത്ത ജന്മത്തിലെങ്കിലും ഉണ്ടാവാൻ ഈ ജന്മം മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചോളാം.